ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ആദ്യം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് റവ എടുത്തപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ റവ എല്ലാം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവ എല്ലാം നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിക്കായി ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണ് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഒരു കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളമൊഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യം പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് ഈ പച്ചക്കറിയുടെയൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ടാകും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാടങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. എന്നാൽ നമ്മൾ റവ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു കട്ടിയോടുകൂടി വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു സ്പാച്ചില കൊണ്ട് നമുക്കതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ട്രൈ ആയി വരുമ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് മറുവശവും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. 1-2 പ്രാവശ്യം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ദോശയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കറികളുടെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.